ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. പുറകിലെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, ആളില്ല. ഞങ്ങൾ ചച്ചുണ്ട്. ഞങ്ങൾ ഇന്നൊരു ആൻറ്റിയുടെ മോളുടെ കൊച്ചിൻ്റെ ഹോളി കമ്മ്യൂൺ ഉണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്. പിച്ചു സൺഡേ സ്കൂളിൽ പോയി. പിച്ചുവിനെ നമുക്ക് സൺഡേ സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് വേണം സൺഡേ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യുന്നു, നേരെ പോകുന്നു. മമ്മി ഞായറാഴ്ചയൊക്കെ നേരത്തെ പോയി. ഇനി ഞങ്ങളെയും വൈഫുണ്ട്. അവർ നമ്മൾ ഇച്ചുവിനെ കൂട്ടിയിട്ട് പള്ളിയിൽ നിന്ന് വിളിക്കുമ്പോഴത്തേക്കും അവർ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഇപ്പം നമ്മളെല്ലാവരും കൂടെ പോയിട്ട് വരാം. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീട്ടിൽ എല്ലാവരും കൂടി പരിപാടിക്ക് അല്ലേ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ മിസ്സാവും. ഇത് കുറേ നാളുകൂടി ആരും പരിപാടിക്ക് എല്ലാവരും കൂടെ പോകുന്നത്. എന്നാ നീ പറ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. ഇച്ചുവിൻ്റെ ഒക്കെ സൺഡേ സ്കൂൾ, നമ്മുടെ പുതിയ ബിൽഡിങ്. ഞങ്ങളൊക്കെ വേദാറം പഠിച്ചുകൊണ്ടിരുന്നത് അവിടെയാണ്. പക്ഷെ അതിപ്പം ഞങ്ങൾ പഠിച്ചതൊക്കെ പൊളിച്ചു. ഇപ്പം അത് കല്യാണ മണ്ഡപമാണ്. ഞങ്ങളുടെ പണ്ടത്തെ ഈ പുറകെ കാണുന്നതാണ് നമ്മുടെ പള്ളി. സച്ചോട്ട് ഇറങ്ങിക്കടാ, ചെന്നടക്കൂടാ നീയാ സച്ചോ. ഞങ്ങളുടെ ഇന്നലെ മുടി കുറച്ച് കേസ് സച്ചോ സച്ചോ ആര് പൊന്നാടി എന്നാ പറയുന്നേ. എവിടെ പോണി ഞമ്മള്? ആദ്യ കുർബാനയ്ക്ക് പോകണോ? ചെല്ലുമ്പോ തുടങ്ങി കാരണം കേട്ടോ. കാരണം വര വെച്ചിട്ടുണ്ട്. പരത്തിൻ്റെ താഴെ കടൽക്കാരും പ്രത്യേകിച്ച് ശരിയും കളിയൊന്നും നോക്കണ്ട. സൺഡേ സ്കൂൾ തൊട്ട് പിള്ളേരെല്ലാം ഓടി വരാൻ പറയുന്നത്. വലിയ താല്പര്യമില്ലാതെ, ഒരു താല്പര്യമില്ല. നമ്മൾ വണ്ടി കണ്ടില്ലേ, ഒരു താല്പര്യമില്ലാത്തവരാണല്ലോ വരുന്നത്. നോക്കണം. ആന്റിയൊക്കെ വരും, നീ കേറടി. ഓ ഇച്ചു ഷിൻഡു വന്നിട്ട് ഇതുവരെ കണ്ടില്ല, അതുകൊണ്ടാണ് ആന്റിയുടെ തിരക്കുന്നത്. ആന്റി വരും ഇച്ചപ്പം. ഇതാണ് ഗൈസ് ടീച്ചറിലെ മനു, കൂട്ടുകാരിയാണ്. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ ഒക്കെ എടുക്കണം എന്ന് ഓർത്താ. പക്ഷേ കറക്റ്റ് സമയത്ത് നല്ല മഴയായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് പിള്ളേരെയും പറക്കി കൂട്ടി ഞങ്ങൾ പെട്ടെന്ന് വന്ന് കയറുവാണ്. വന്ന് കയറിയപാട് തന്നെ നമ്മൾ 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കയറി. അങ്ങനെ എല്ലാവരെയും കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് ബന്ധമൊക്കെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ച് അങ്ങനെ ഇരുന്നു. മമ്മി വന്ന് നേരത്തെ ഭക്ഷണം കഴിച്ചിരുന്നു. അതുകൊണ്ട് മമ്മി പിന്നെ കൊച്ചിനെ പിടിക്കാൻ നമ്മളോട് വേഗം കഴിച്ചോളാൻ പറഞ്ഞു. എടാ നിന്നെയും കൂടെ ഞാൻ യൂട്യൂബിൽ വരത്തോടാ, നിന്നെയും കൂടെ ഞാൻ യൂട്യൂബിൽ വരത്തോന്നു. പൊളിച്ച് ഇച്ചിരി ബിരിയാണി ഇല്ല. ഇച്ചിരി ബിരിയാണി ഉണ്ട്, ചോറ് തന്നോ. എങ്ങനെ ഫുഡ് വന്നാൽ പിന്നെ നമുക്ക് പിന്നെ ആരെയും ഒന്നും നോക്കാനില്ല. അപ്പം ഞങ്ങളെന്നാൽ പിന്നെ ഇതൊന്ന് കാലിയാക്കട്ടെ കേട്ടോ. ബൈ. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് വേഗം തന്നെ ഇറങ്ങുവാണ്. ചെറുക്കനാണെങ്കിൽ ചെറിയ കീറാച്ചി മൂടൊക്കെ തുടങ്ങി. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ പയ്യെ പോകാനുള്ള പരിപാടിയാണ്. വരല്ലേ, ഞങ്ങൾ തന്നെ ആൾക്കാർ കൂടുതലാണ്. ആരോ കൊച്ചു വരാൻ നിൽക്കുന്നു. നടക്ക കൊട്ടേ. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. എന്നാടി ഷിൻഡുവിനെ കണ്ടിട്ട് കുറേ ദിവസം ആയിരുന്നല്ലോ ഇച്ച. അതുകൊണ്ട് ഇച്ച ഷിൻഡുവിനെ വിടാതെ പിടിച്ചിട്ടുണ്ട്.
ഫോട്ടോ എടുക്കാം. ഒരു ഫോട്ടോ എടുക്കടി. ഫോട്ടോ നമ്മുടെ അല്ല. ഓണം കൂടാൻ വേണ്ടി തൃശ്ശൂരിൽ നിന്ന് കുറ്റിയും പറിച്ചു വന്നിട്ടുണ്ട്. എടി ഇച്ചു പാടി മേള കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാം. സെൽഫി എടുത്തിരിക്കാം. മേള നല്ല കുറേ നല്ലൊരു ബിരിയാണി കഴിച്ചു. നിങ്ങൾക്ക് സദ്യക്ക് ഞങ്ങൾക്കൊക്കെ ഓരോന്ന് കിട്ടുള്ളൂ. നിങ്ങൾ ഇവിടുന്ന് അവിടുന്ന് തിരുന്നോണ്ട് ഇവിടുന്ന് തിരുന്നാണ് തന്നെ. എനിക്ക് മറ്റേ ഇവിടുന്ന് എന്തായാലും മേടിച്ചു. നമുക്ക് പോട്ടെ. ഞങ്ങൾ എവിടെ പോകുന്ന അറിയൂടെ? അല്ല ബേക്കിംഗ് ഡേയ്സ് വണ്ടി വിടട്ടെ. അങ്ങനെ ഞാൻ കഴിച്ചല്ലോ. അല്ല ഒരു ഇച്ചു അല്ലെ ഒരു തുള്ളി ഞങ്ങൾക്ക് തരുവാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകും. വേണ്ട എറണാകുളത്തേക്ക് ബിരിയാണി റൈസ്, വലിയ റൈസ് ബസ്മതി അല്ല. നമ്മുടെ എങ്ങോട്ടാ പോകുന്നേ? എങ്ങോട്ടാ പോകുന്നത് എനിക്കറിയത്തില്ല. എങ്ങോട്ടാടി പോകുന്നേ? വണ്ടി നിർത്തുന്നവിടെ അവിടെയാണോ? അല്ല വണ്ടി നിൽക്കുന്നതാണോ? അതിർവാണിക്ക് പോവാന്ന് പറഞ്ഞാൽ അതിർവാണിക്ക് പോയി. അവിടുന്ന് നിന്നോ ഇറങ്ങി. ഇതേ അടുത്ത വഴി എങ്ങോട്ടാന്ന് ചേർക്കല. എങ്ങോട്ടോ പോകുന്നുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. തൃശ്ശൂരിൽ നിന്ന് വന്നത് പുഴ ചാടാനായിട്ട്. അതന്നെ അതങ്ങനെ ഞങ്ങളല്ലേ ഏകോചനം. മതി ഈ വൈബ് ആരക്കാന്റെ സ്ഥലമാണ്. ഈ ഭാഗത്തങ്ങാണ്ടായിരുന്നു വെട്ടി നിർത്തിയേക്കുന്ന. അത് കൊടംപുളി അല്ലേ? കൊടംപുളി അതുകൊണ്ട് ആ മരം അത് കൊടംപുളി. ബിരിയാണിയൊക്കെ കഴിച്ച് വയറ് നിറച്ച് ഞങ്ങളൊന്ന് കറങ്ങാനിറങ്ങി. പക്ഷേ ഇറങ്ങി 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും വിശപ്പ്. അങ്ങനെ ഞങ്ങളൊരു ചെറിയൊരു കട നമ്മുടെ മണത്തണ ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട്. അവിടെ അങ്ങ് ഇറങ്ങി. കഴിഞ്ഞ ദിവസം ഞങ്ങളൊന്ന് ഇറങ്ങി കുറച്ച് സാധനമൊക്കെ മേടിച്ചായിരുന്നു. അപ്പം കട നല്ല സെറ്റപ്പായി. ചെറിയ കടയാണ്, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീണ്ടും അവിടെ തന്നെ വന്നു. സച്ചിൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ സച്ചു നല്ല ഉറക്കമായിരുന്നു. ഉറക്കത്തിൽ നിന്ന് അതിനെ വലിച്ചടിച്ചുകൊണ്ടാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത്. അവൻ ഉറങ്ങിക്കൊണ്ടിരുന്നാൽ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് അവനെ ഞങ്ങൾ പുറത്തേക്ക് അടിച്ചു. എടി കോഴിക്കട്ട വീട്ടിലുണ്ടാക്കുമ്പോൾ പൂച്ചാ. എനിക്കൊന്നും വേണ്ട. എന്താ കോഴിക്കട്ടാണോ? വീട്ടിലുണ്ടാക്കുന്ന കോഴിക്കട്ട ഭയങ്കര മധുരമാണെന്നും പറഞ്ഞുകൊണ്ട് അരക്കഷ്ണം അങ്ങനെ കഴിച്ചാലായി. അങ്ങനെ ഒരു മനുഷ്യൻ കടയിൽ കയറിയിട്ട് കോഴിക്കട്ട കഴിക്കുന്നുണ്ട്. ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞു പോയി. ഇപ്പോൾ വീട്ടിലുണ്ടാക്കിയ ഞങ്ങളുടെ ആരായി. എന്നിട്ടോ ഞങ്ങളാരും മേടിക്കില്ലെന്ന് അറിയാം. എന്നാലും ഞങ്ങളോട് എല്ലാവരോടും ആളാമ്പെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. വേണോ 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 എന്ന്. എന്നിട്ട് നമ്മൾ തിന്നു കഴിഞ്ഞെങ്കിൽ പറയും ഞാൻ ഒരെണ്ണം മേടിച്ച് നിങ്ങളെല്ലാം കൂടെ തിന്നു. അതുകൊണ്ട് ഞങ്ങളാരും മേടിച്ചില്ല. ഷേക്ക് ഞാൻ കുടിച്ചോളാം. പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. നല്ല അടിപൊളി ചിക്കു ഷേക്കായിരുന്നു. ബിരിയാണി ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഒരു 2 ഗ്ലാസ് ഓർഡർ ചെയ്ത് അവിടെ ഇരുന്ന് തന്നെ നല്ല മഡാന്ന് അടിച്ചേനെ. അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും ഈ വഴി പോവുകയാണെങ്കിൽ മണത്തണ പെട്രോൾ പമ്പിൻ്റെ തൊട്ടപ്പുറത്ത് പുതിയൊരു കട തുടങ്ങിയിട്ടുണ്ട്. ആ ബേക്കറിയാണ് കേട്ടത്. നീ കുടിക്കും, ഞാൻ നിനക്ക് പിടിച്ചു തരും. കിട്ടുന്നില്ലടി. വേണ്ട വേണ്ട തന്നെ വിളിച്ച് കഴിക്കണം. വേണ്ട കൊടുക്കണ്ടേ കൊടുക്കണ്ടോ? അതെന്നാ അതിനെ കൊടുക്കേണ്ടത്? ഇങ്ങോട്ട് കൊടുക്കട്ടെ. കല്യാണം കഴിഞ്ഞ് വന്ന് ബിരിയാണി കഴിച്ച ഐസ്ക്രീം കഴിച്ചോളൂ. ചിക്കൻ ഷേക്ക് വേണമെന്ന് പറഞ്ഞു. ഷേക്ക് ഒരു കോഴിക്കട്ട. എന്നിട്ട് എഴുതി എന്നിട്ട് കഴിഞ്ഞ സമയം പറയാം എൻ്റെ വയറ് കേട്ടോ. നീ ഭക്ഷണം ഇതുപോലെ വെച്ചിട്ടാണ് കിട്ടുന്നില്ല. അടുത്ത വേണ്ടട്ടെ ഒന്ന് പഠിക്കണട്ടെ. കണ്ണു വെച്ചു വേണ്ട പറ. മധുരസേവകൾ എവിടെ ചേട്ടന് പറ്റി കുറേ മധുരസേവകളൊക്കെ കട കഴിക്കല പേടിച്ചിട്ട്. ആ പറഞ്ഞു ലൈനിൽ വരുന്നാണ് പറഞ്ഞത്.
ബർഗർ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.